സെൻസർ ബോർഡുകളെ രാഷ്ട്രീയത്തിൽ നിന്ന് മുക്തമാക്കണമെന്ന് മാത്രമല്ല, അത് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശങ്ങൾ കൊടുക്കണം. ഒരു തരത്തിലും രാഷ്ട്രീയത്തിൽ അതിലിടാൻ പാടില്ല. അവർ തീരുമാനിക്കട്ടെ ഒരു സിനിമ ഏതെല്ലാം കാര്യങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. അത് അവർ സ്വതന്ത്രമായി തീരുമാനിക്കണം. അത് പൂർണ്ണമായും കലാപ്രതിഭകളായ ആളുകളായിരിക്കണം സെൻസർ ബോർഡ് ഉണ്ടായിരിക്കും. അത്തരം സമർത്ഥരായ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സെൻസർ ബോർഡ് ക്രിയാത്മകമായി പ്രവർത്തിക്കണം. ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലായാൽ എന്താണെന്ന് വെച്ചാൽ വിമർശനം ഭരണകൂടത്തിനെതിരെ നടക്കുന്ന ഒരു വിമർശനം ജനങ്ങൾ അറിയില്ല. ഒരു മീഡിയ വഴി ജനങ്ങൾ അറിയില്ല എന്ന കാര്യം 100% ഉറപ്പാണ്. ഇപ്പോൾ സിനിമ സെൻസർ ചെയ്യുന്ന പോലെ നാളെ ടെലിവിഷൻ സെൻസർ, ഇപ്പോൾ ടെലിവിഷൻ തന്നെ പലതും സെൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ സെൻസർ ചെയ്യും, അങ്ങനെ പലതും സെൻസർ ചെയ്യപ്പെടും. അപ്പോൾ പിന്നെ നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നതിന് യാതൊരു വിലയില്ല. ദൗർഭാഗ്യവശാൽ പലരെയും കണ്ടില്ല. നമ്മളൊരു താൽക്കാലികമായി എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടൊരു മെമ്മോറാണ്ടം കൊടുക്കുന്നതല്ല. ഇത് ഒരു ആശയം ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റിയാണ്. എന്ന് വെച്ചാൽ ഒരു മാധ്യമം, സിനിമ, അത് ജനങ്ങളുടെ മുമ്പിൽ ആശയം വെക്കും. അതിനിപ്പോൾ ഇത്രയും ദിവസത്തിനിടയിൽ കത്രിക പൂട്ട് വെക്കേണ്ട വല്ല കാര്യം. കേരളത്തിൽ എത്ര സംഘടനയാണ് സിനിമയ്ക്ക് വേണ്ടി, ഈ സിനിമാ രംഗത്തുള്ള എത്ര ആചാര്യന്മാരാണ്, കാര്യമായിട്ടൊരു പ്രതികരണം ഉണ്ടായി. ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ ബലിയാടാക്കുന്നതിൽ സന്തോഷിക്കുന്നു. അത് ശരിയായില്ല എന്നതിൻ്റെ അഭിപ്രായം. ശക്തമായ പ്രതിഷേധം സിനിമാ രംഗത്ത്, പ്രത്യേകിച്ച് സിനിമ മേഖല പ്രവർത്തിക്കുന്ന ഓരോ പ്രഗത്ഭരായ ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. നമ്മുടെ ഭാവി മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ നാടിൻ്റെ ഭാവിയും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവിയും നമ്മൾ നോക്കണം. ഇത്തരം വിഷയങ്ങൾ വരും. സുകുമാർ അഴീക്കോട് ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ആ പ്രതികരണം കേൾക്കാമായിരുന്നു. MD ജീവിച്ചിരിക്കുമായിരുന്നു, ഇപ്പോൾ ആ പ്രതികരണം കേൾക്കാമായിരുന്നു. പലരും മൺമറഞ്ഞു പോയി. അങ്ങനെ പ്രതികരിക്കാൻ കഴിയുന്ന കരുത്തുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ, കലാസാഹിത്യ രംഗത്ത്, സിനിമാ രംഗത്ത്. അത് ഇവിടെയും കാണുന്നു.